ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാലോ, പെട്ടിയും ട്രോളിയും അതൊക്കെ അവസാനിച്ചോ? എന്താണ് അല്ല, വിവാദങ്ങൾ അവസാനിച്ചോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. ആ വിഷയങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പോഴും. ബൂത്തുകളിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കണക്കിൽപ്പെടാത്ത പണം കൊണ്ടുവന്ന കോൺഗ്രസിൻ്റെ ജനാധിപത്യ ബോധമില്ലായ്മയും പണം കൊടുത്ത് വോട്ടുകൾ വാങ്ങുക എന്നുള്ളതിനുമപ്പുറം പണം കൊടുത്ത് പ്രവർത്തകരെ സജീവമാക്കുക എന്നുള്ള കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതികളുമൊക്കെയാണ് നടക്കുന്നത്. വോട്ടിന് പണം എന്നുള്ളതല്ല നമ്മുടെ ആരോപണം. ഈ പണം കൊണ്ടുവന്നത് ബൂത്തുകളിൽ പ്രവർത്തകരെ സജീവമാക്കുന്നതിന് വേണ്ടി ഉറങ്ങിക്കിടക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ എല്ലാ പ്രവർത്തകരും താല്പര്യമില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങേണ്ടി വന്ന ഗതികേട് പ്രവർത്തകർ, പ്രാദേശികമായിട്ടുള്ളവർ വണ്ടിയെടുത്ത് വന്ന് പ്രചരണ വാഹനത്തിൻ്റെ ഒപ്പം 10ഉം 20ഉം കോൺവോയ് പോലെ പോകുന്ന സംവിധാനത്തെ അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അതിനാളെ കൂട്ടാൻ നമുക്കിപ്പോൾ പറ്റും, ആർക്കും വേണമെങ്കിലും പറ്റും. തദ്ദേശീയരായവർ, വോട്ടുള്ളവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ആ പ്രവർത്തകരെ പണം കൊടുത്ത് ഉത്തേജിപ്പിക്കാം എന്നുള്ള ഫോർമുലയിലാണ് ഒരു ബൂത്തിന് 30,000 രൂപ വെച്ചിട്ടൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള പണം ഇവിടെ എത്തിയതും കൊടുത്തു തുടങ്ങിയതും. അതിൻ്റെ ആ ഒരു തുടക്കത്തിലാണ് ഈ പെട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ഉണ്ടായത്. പണം ആ പെട്ടിയിൽ തന്നെയാണ് എന്നുള്ളതിനുമപ്പുറം പെട്ടികളിൽ പണം എത്തുന്നുണ്ട് എന്നുള്ളത് വാർത്തയാണ്, അത് വസ്തുതയാണ്. പക്ഷേ എന്നാലും അത് തെളിയിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഞാൻ പറഞ്ഞല്ലോ, ആ 2 മണിക്കൂറിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്ന പണമിടപാടുകളെ മറച്ചു വയ്ക്കാൻ സാധിച്ചിട്ടുണ്ടാകാം. പക്ഷെ പൊതുവെ എങ്ങനെയാണ് ഈ പണം കോൺഗ്രസ് സോഴ്സ് ചെയ്ത് ഇവിടെ എത്തിക്കുന്നതെന്നും വിതരണം ചെയ്യുന്നത് എന്നുമുള്ളത് പകൽ പോലെ സത്യമാണ്. അതൊക്കെ മെല്ലെ മെല്ലെ വെളിച്ചത്ത് വന്നോളും. അതെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കും ഇനി. പിന്നെന്താ, തർക്കമില്ല. അങ്ങനെ ചെയ്യുന്നിടത്തോളം കാലം അത് ചർച്ചയാകും. അത് ചെയ്യാതിരുന്നാൽ കോൺഗ്രസിന് നല്ലത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? ഈ വിവാദവുമായി ബന്ധപ്പെട്ട് CPM ഉയർത്തിയ പല ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അതിനെപ്പറ്റി പ്രതികരിക്കാൻ ആളല്ല. അദ്ദേഹത്തിന് സ്വന്തം അഭിമാനത്തെ പറ്റി ബോധമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം മാനനഷ്ട കേസ് കൊടുക്കേണ്ടത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയ മുൻ MLA-യോടാണ്. ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് എന്നെ എപ്പോൾ ഇവിടുന്ന് ജയിപ്പിച്ചു വിടുന്നു പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വേഷം കെട്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായി ബഹുമാനപ്പെട്ട മുൻ MLA-ക്ക് എതിരെ മാനനഷ്ട കേസിന് AICC-യിലും ഒരു പരാതി കൊടുക്കണം, കോടതിയിലും ഒരു പരാതി കൊടുക്കണം. ഒരു അവസാനമായ ഒരു ചോദ്യം കൂടെ. ഈ CPM പത്തനംതിട്ട എന്നൊരു പേജിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ വന്നിട്ടുണ്ട്. പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി CPM പത്തനംതിട്ട എന്നുള്ള പേജ് ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറയുന്നത് CPM പത്തനംതിട്ട എന്നൊരു പേജിനെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം, ഉപയോഗത്തിൽ വരുത്തുകയും ചെയ്യാം. പത്തനംതിട്ടക്കാർക്ക് രാഹുലിനെ വേണമെന്നായിരിക്കും അങ്ങോട്ട് പറഞ്ഞുകൂടാ, എത്രയും പെട്ടെന്ന് പറഞ്ഞുകൂടാ. പാലക്കാട് നിന്ന് 2 ആഴ്ച കാത്തിരിക്കാൻ പറഞ്ഞാൽ മതി.